ഹായ്, ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഒരു ബർത്ത്ഡേ സെലിബ്രേഷനാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതേട്ടോ, ഞങ്ങളുടെ ഋഷിക്കുട്ടൻ്റെ 2ാമത്തെ പിറന്നാളാണ്. ശരിക്കും അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്താണ് വരുന്നത് ഡിസംബർ 13-നാണ്. അപ്പോൾ ഇന്ന് അവൻ്റെ ജന്മനക്ഷത്രമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറുതായിട്ട് ആഘോഷിക്കാൻ വെച്ചിരിക്കുകയാണ്. അവൻ്റെ മാത്രം പിറന്നാൾ അങ്ങനെ രണ്ടെണ്ണം എന്നുള്ള രീതിയിൽ നടത്താറുണ്ട് കേട്ടോ. നാൾ വരുന്നന്നും ചെറുതായിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും, ഡേറ്റിനും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തവണ എന്തായാലും ഡേറ്റ് ഓഫ് ബർത്തിന് ഞങ്ങൾ ഒരു ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ആരുടെയും കൂടെ ആഘോഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് എന്തായാലും അമ്മയും അച്ഛനെയും അനിയത്തിമാരെയൊക്കെ വിളിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ചെറിയൊരു കേക്ക് കട്ടിങ്ങും സദ്യയൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി അവിടെ ചെന്ന് വഴിപാടൊക്കെ ചെയ്തു. നല്ല തിരക്കായിരുന്നു കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് വരുന്ന വഴിക്ക് അവന് ഇഷ്ടപ്പെട്ട കേക്കാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്. അവന് സ്പൈഡർമാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കുറേ സ്പൈഡർമാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു തീമിൽ കേക്ക് ഞങ്ങൾ പറഞ്ഞ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീട്ടിലേക്ക് വന്നത്. വീട്ടിലെത്തിയപ്പോഴത്തേനും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്യാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ആൾക്ക്. എല്ലാവരോടും പറയുമായിരുന്നു, അവൻ തന്നെ വിളിക്കുമായിരുന്നു അവൻ്റെ പിറന്നാളാണ് വരാൻ പറഞ്ഞിട്ട്, കേക്ക് മുറിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ഉറക്കത്തിൽ വരെ ഇതന്നെയായിരുന്നു സംസാരം, കേക്ക് മുറിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കേക്കൊക്കെ വായിൽ കൊടുക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ ചെയ്തിട്ട് ആൾ. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ സദ്യ ഞങ്ങൾ പുറത്ത് ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് ടൈമിന് വന്നതിന് ശേഷം പിന്നെ വിളക്കിൻ്റെ മുന്നിലൊക്കെ വെച്ച് അവന് ചോറൊക്കെ കൊടുത്തു. അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടികൾ. ഇതൊക്കെ ജസ്റ്റ് ഒരു ഓർമ്മകളല്ലേ എന്ന് വിചാരിച്ചിട്ട് എടുത്ത ക്ലിപ്സാണ്. സത്യം പറഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. ഇതൊക്കെ ഒരു ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോസാണ്. ഞാൻ ലോങ് വീഡിയോ ആക്കിയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സത്യം പറഞ്ഞാൽ വീഡിയോസൊന്നും നേരെ എടുക്കാനൊന്നും പറ്റിയില്ല. എല്ലാവരും വന്ന തിരക്കിലൊക്കെ അങ്ങനെ പോയി. അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം കേട്ടോ. പിന്നെ ഈ ഇലയിലൊക്കെ ചോറ് കഴിക്കാനൊക്കെ ഭയങ്കര എന്തൊക്കെയോ ഒരു സന്തോഷത്തോടെ ഇരിക്കുമായിരുന്നു കേട്ടോ ആൾ. സാധാരണ നമ്മളിങ്ങനെ നല്ലല്ലോ ചോറ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നല്ല കുട്ടിയായിട്ടൊക്കെ ഇങ്ങനെ മടിയിലൊക്കെ കയറിയിരുന്ന് അങ്ങനെ ചോറൊക്കെ ഒറ്റയ്ക്കൊക്കെ വാരി കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അവൻ. ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതൊക്കെ കാണാമല്ലോ, യൂട്യൂബിലാവുമ്പോൾ അങ്ങനെ കിടന്നോളുമല്ലോ. അങ്ങനെ ഒരു മെമ്മറീസിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ. അവനും കാണാമല്ലോ കുറച്ച് കഴിയുമ്പോൾ. ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ, നല്ല രീതിയിൽ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ അത് നടന്നില്ല. പിന്നെ ഇതാണ് കേട്ടോ വീട്ടിൽ നിന്ന് അവന് കൊടുത്ത ഗിഫ്റ്റ്. അപ്പോൾ ഈ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുമ്പോൾ വെക്കാനുള്ള തൊപ്പിയൊക്കെ സത്യം പറഞ്ഞാൽ ആ സമയത്ത് മറന്നു കേട്ടോ ആ തിരക്കിൽ. പിന്നെ അത് വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ എന്തായാലും
ഋഷിക്കുട്ടൻ ഹാപ്പിയാണ്. അവൻ്റെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബർത്ത്ഡേ ആണെന്നുള്ളത്. അപ്പോൾ അവൻ എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട്. ഇനി ഡേറ്റ് ഓഫ് ബർത്തിന് ഞങ്ങൾക്ക് വേറൊരു ചെറിയ പ്ലാനും കൂടി ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ. പിന്നെ എന്താ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.